പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-ാം തിരുവചനം. എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണീരോടെ ആവർത്തിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ താൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ ജനത്തിൻ്റെ ജീവിതശൈലി കണ്ടുകൊണ്ടാണ് ഇപ്രകാരം കണ്ണീരോടെ പറഞ്ഞു വച്ചത്. പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന്. എപ്രകാരമാണ് ഒരു വ്യക്തി ഈശോയുടെ കുരിശിൻ്റെ ശത്രുവായി മാറുന്നത്? സ്വന്തം ആത്മാവിൻ്റെ വില മറന്നുകൊണ്ട് ജഡിക അഭിലാഷങ്ങൾക്കും പ്രവണതകൾക്കും അനുസരിച്ച് മാത്രം ജീവിക്കുന്നവരാണ് ഈശോയുടെ കുരിശിൻ്റെ ശത്രുക്കൾ. കാരണം കർത്താവിൻ്റെ കുരിശ് നമ്മളെ നിർബന്ധിക്കുന്നത് വിശുദ്ധിയെ പ്രതിയുള്ള സഹനങ്ങൾ ഏറ്റെടുക്കുവാനാണ്. പ്രലോഭനങ്ങളുടെ നടുവിലും ഈശോ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ആ കുരിശ് സ്വീകരിക്കുവാൻ നമ്മളെ പ്രചോദിപ്പിക്കും. ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന ബോധ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ സ്വന്തം കുരിശുകൾ ആശ്ലേഷിക്കുവാനും സ്വീകരിക്കുവാനുമായിട്ടുള്ള ദൈവിക ശക്തി നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.